ചുട്ടുകേറ് പെണ്ണെ ചൊക്കക്കിറുക്കി പിറന്ന നാളായോ നിറഞ്ഞ നെഞ്ചിൻ കുളിരുമായി പിറന്ന നാളായോ. ബ്രെഡും പഴവും തിന്ന് മടുത്തു. ഇന്നെങ്കിലും ഇത്തിരി ചോറ് കിട്ടുമോ? ഗ്യാസ് ഇല്ലാതെ ചോറുണ്ടാക്കാനുള്ള മാജിക് ഒന്നും എനിക്കറിയില്ല. വിറകടുപ്പിലും വേവും. വിറകടുപ്പിലോ? ഞാനോ? ഞാൻ കറുത്തു പോവില്ലേ? ഞാൻ കറുത്തു പോയ എന്നെ ആര് കിട്ടും? പഞ്ചകി, ഇതാണല്ലേ നിന്റെ മനസ്സിലിരിപ്പ്. അമ്മ അന്നേ പറഞ്ഞതാ വെളുത്ത പെണ്ണിനെ കെട്ടണ്ട കെട്ടണ്ട എന്ന്. എന്നിട്ട് ഞാനാ കേൾക്കാത്തത്. സോറി ചേട്ടാ, ഞാനത് ഫ്ലോയില് പറഞ്ഞു പോയതാ. എന്നാലും അതല്ലല്ലോ. ചേട്ടൻ വിഷമിക്കണ്ട, ഞാൻ അരിയിട്ട് തിളപ്പിച്ച് വിറകടുപ്പില് വെക്കാൻ ശ്രമിക്കാം. ശരി ശരി, ചെന്ന് വയ്ക്കാൻ നോക്ക്. ഇവള് കുറെ ഉണ്ടാക്കും, കാണാം നമുക്ക്. ഇതെന്താ ദൈവമേ കത്താത്തത്? ഇങ്ങനെയായിരിക്കും തീ എത്തിക്കുന്നത്. ഇവള് കുറെ ഉണ്ടാക്കും, നമുക്കവിടെ കാണാം. എന്തായാലും ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ, അടുപ്പിൽ തീയൊന്ന് കത്തിച്ചു തരാവോ? ഞാൻ എത്ര ശ്രമിച്ചിട്ടും കത്തുന്നില്ല. എനിക്കറിയില്ല, അമ്മയോട് ചോദിക്കാം. അമ്മേ, അടുപ്പൊന്ന് കത്തിച്ചു കൊടുക്കൂ. അവള് കത്തിച്ചിട്ട് കത്തണില്ല. എന്തു പറ്റി? അമ്മയ്ക്കാണെങ്കിൽ വൃത്തിയില്ല, കയ്യിൽ നഖം വെട്ടത്തില്ല, തലയിൽ മുടി വാരി കെട്ടത്തില്ല. പിന്നെ എന്ത് പറ്റി കെട്ടില്ല അമ്മയ്ക്കിപ്പം? എന്താന്ന് നോക്കൂ, കത്തിച്ചിട്ട് ഞാൻ നോക്കാം. അവള് കത്തിക്കെട്ടണം, നീ നിന്റെ പണി നോക്കിപ്പോടാ. അമ്മ വന്നേ. അവക്ക് അങ്ങനെ തന്നെ വേണം. അവക്ക് എന്നൊരു വിലയില്ല, പുച്ഛം. ഇപ്പം ഞാൻ അടുക്കളയിൽ കയറണം അല്ലേ? അതിനാ വേറെ ആളെ നോക്ക്. അവള് പട്ടിണി കിടക്കട്ട്, അപ്പോഴേ പഠിക്കുള്ളൂ. തീ കത്തിക്കാൻ എന്നെ ആരും പഠിപ്പിക്കൊന്നും വേണ്ട. ഞാൻ ഈ വർഷവും പൊങ്കാല ഇട്ടതാ. വേണ്ടി വന്ന ഇഞ്ചക്ഷൻ കുക്കറിലും ഞാൻ പൊങ്കാല ഇടും. അത് നല്ല ഐഡിയ ആണ്. ഒരു ബാറ്ററിയും കൂടെ കൊണ്ടുപോയാൽ മതി. എന്താണെന്ന് പൊങ്കാലിട്ട് കാണിക്കണ്ടി, കാണട്ട്. ചേട്ടാ മാറി കേട്ടാ, ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം. ഇപ്പൊ എന്ത് വന്നാലും ഒരു ഗൂഗിള്. ഇനി പോകെ പോകെ പുരുഷന്മാരെ വേണ്ടാതെ വരുമോ എന്തോ അറിയില്ല. എന്തായാലും പോയി നോക്കാം. അത് ശരി, അടച്ച എന്തൊരു പാടാ എന്താ. എടാ, അവളവളുടെ കാമുകനെ വിളിക്കണതായിരിക്കോടാ. നീ വെറും മണ്ടനായിപ്പോയല്ലോടാ, തീയെത്തിക്കാറുണ്ടാത്തവൻ. നിന്റെ ജീവിതകാലം മൊത്തം ബ്രെഡും പഴവും തിന്നാനാണ് യോഗം. ഒന്നും മിണ്ടാതിരുതല്ലേ.
ടണ്ടടാങ്. ഇപ്പൊ മനസ്സിലായി ഗൂഗിളിന്റെ സപ്പോർട്ട്. ആഹാ. അവളിപ്പോ മണ്ണെണ്ണ എടുത്ത് ഒഴിക്കണം. 2 മാസത്തെ മണ്ണെണ്ണയാണ് അവൾ അത്രയും ഇതെടുത്ത് ഒഴിക്കണം. ഇപ്പം എല്ലാം തീർക്കും അത്. മണ്ണെണ്ണ തീർത്താൽ അതിൻ്റെ സ്വഭാവം പറഞ്ഞേക്കാം. ഇതാണ് അവൾ ഗൂഗിളിൽ നിന്ന് പഠിച്ചത്. ആ തള്ളയോടെ മിണ്ടായിരിക്കാൻ പറ, അല്ലെങ്കിൽ ഇതോടത്ത് ഞാൻ അവരെ വായിൽ ഒഴിക്കും. മനുഷ്യ ഇങ്ങനെ തീ എത്തിക്കാൻ നോക്കുമ്പോഴാ അവരൊരു തമാശ. അയ്യോ, വീടിനെ തീ പിടിച്ചാ? ഫയർഫോഴ്സിനെ വിളി. നീ നിന്റെ പെണ്ണും പിള്ളേയും കൂടെ വീട് കത്തിക്കുമല്ലേ, നീ എന്തോന്ന് കാണിച്ചു? നോക്കി നിൽക്കാതെ ഫയർഫോഴ്സിനെ വിളിയടാ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ തള്ളേ വന്നത് കത്തിക്കാൻ. നിങ്ങൾ വാശിയും പിടിച്ചോണ്ടിരുന്ന്. രണ്ടും കൂടെ എൻ്റെ വീടും കത്തിച്ച് വിറവും തീർത്ത്. ഇനി ആരും അടുക്കളയിൽ കയറണ്ട, ഞാൻ നോക്കിക്കോളാം. ഓം. ഇനി പറയൂ, എന്താണ് പ്രശ്നം? ഗ്യാസ് നിൽക്കുന്നില്ല സ്വാമി, അതിനെന്തെങ്കിലും പ്രതിവിധി വേണം. വീട്ടിൽ എത്ര പേരുണ്ട്? 5 പേരുണ്ട്. എത്ര കുറ്റിയുണ്ട്? 2. എത്ര ദിവസം നിൽക്കുന്നു? തികച്ചൊരു 2 മാസം പോലും നിൽക്കുന്നില്ല. നോക്കാം. ഒരു 6 മാസമെങ്കിലും തീരാതെ നിൽക്കാനുള്ള പ്രതിവിധി ചെയ്തു തരണം. അപ്പുറത്തെ സർലക്കൊക്കെ 5 മാസം തീരാതെ നിൽക്കുന്നത്. നോക്കാം, പരിഹാരം ഉണ്ടാക്കാം. ഈ നൂല് കൊണ്ടുപോയി ഗ്യാസ് കുറ്റിയിൽ കെട്ടിയാൽ മതി.